ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാളം ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറേ. ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, സുസ്മിത ഭട്ട്, ജയ കുറുപ്പ്, അരുൺ അജുകുമാർ, ശ്രീധന്യ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഇതേ സമയം ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 14,000-15,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ബുക്ക് മൈ ഷോയിലൂടെ ഇതേ മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് 15,000-16,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഈ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം കേരള കളക്ഷനായി 4,68,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 82 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 5,50,00,000 രൂപയാണ്. GCC മിഡിൽ ഈസ്റ്റ് കളക്ഷനായി ആദ്യ ദിവസം $5,15,000 കളക്ട് ചെയ്തത്. അതായത് 4,55,00,000 രൂപ. നോർത്ത് അമേരിക്കയിൽ നിന്ന് $85,000 UK അയർലൻഡ് കളക്ഷനായി $48,000 കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വിദേശ കളക്ഷനായി ആദ്യ ദിവസം $6,91,000 കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 6,13,00,000 രൂപ. അങ്ങനെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 11,63,00,000 രൂപയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെയുള്ള കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുള്ളത്. ഇനി രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഏകദേശം 9.5-10 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് 50 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 11 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനായി 13-14 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ ലോകമെമ്പാടുമായി 25 കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച റീ റിലീസായി തിയേറ്ററിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ബാഹുബലി ദി എപ്പിക്. പ്രഭാസ് നായകനെ SS രാജമൗലി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള 3 മണിക്കൂർ 45 മിനിറ്റുള്ള മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകർ സമ്മാനിക്കുന്ന സിനിമയായിട്ടാണ് വീണ്ടും തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 31,44,000 രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 1,45,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 8,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി 60 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1,65,00,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 12,50,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ആദ്യ ദിവസം 6,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 19 കോടി രൂപയാണ് ഈ സിനിമ ഇന്നലെ സ്വന്തമാക്കിയത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 56 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14-15 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 34-35 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വിഷ്ണു വിശാൽ നായകനായി പ്രവീൺ കെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെ തമിഴ് സിനിമയാണ് ആര്യൻ. ഈ സിനിമയ്ക്ക് ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച മന്ദഗതിയിലായിരുന്നു തുടക്കം. ചിത്രത്തിന്റെ ബുക്കിംഗും കളക്ഷനും ഒക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ശോകമായിരുന്നു. ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം ദുൽഖറിന്റെ വേഫെയർ ഫിലിംസിനാണ്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ രാത്രിയിലെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വന്നപ്പോൾ 1,22,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ 7 ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 1,40,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വേളയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തമായ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും 1,80,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട്ടിൽ 1.5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 4 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ദി ടാജ് സ്റ്റോറി എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. തുഷാർ അമരീഷ് ഗോയൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പരേഷ് റാവൽ, സാക്കിർ ഹുസൈൻ, അമൃത ഖാൻ വിൽക്കർ, നമിത് ദാസ്, സ്നേഹ ബാഗ് എന്നിങ്ങനെയാണ് താരങ്ങൾ. വളരെയേറെ വിവാദങ്ങളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 1,20,00,000 രൂപയാണ്. രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മികച്ച തുടക്കം ഈ സിനിമയ്ക്ക് നിലവിൽ നേടിയെടുക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ആസാമീസ് സിനിമയാണ് റോയി റോയി ബിനാലെ. രാജേഷ് ഫൂയാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുബീൻ ഗർഗ്, മൗസുമി അലിഫ, യശശ്രീ ഫൂയാൻ, ജോയി കശ്യപ്, വിക്ടർ ബാനർജി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ നേടിയെടുത്തത് 1,75,00,000 രൂപയാണ്. എന്നാൽ രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകുന്നുണ്ട്. മണിക്കൂറിൽ 5,000-ഓളം ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് 3-3.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 5 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.